ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു മാർഗം ഉപദേശിച്ചിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. സത്യം പറഞ്ഞാൽ ഇത് കേൾക്കുമ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ എന്ന് തോന്നിപ്പോകും. അത്രമാത്രം സിമ്പിളാണ്. രണ്ട് രാജ്യങ്ങളിലെ നേതാക്കൾ ഒരുമിച്ചൊരു അത്താഴ വിരുന്നിൽ ഒന്നിക്കുക, അതോടെ എല്ലാം തീരും എന്നാണ് ട്രംപ് പറയുന്നത്. അങ്ങനെയുള്ള പ്രശ്നങ്ങളെ ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ ഉള്ളൂ എന്നാണ് ട്രംപിന്റെ വാദം. ആണവായുധങ്ങൾ കൈവശമുള്ളവരാണ് രണ്ടുപേരും. ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ ലഘൂകരിക്കാൻ ഒരു അത്താഴ വിരുന്നിൽ ഒന്നിച്ചാൽ നന്നായിരിക്കും എന്നാണ് ട്രംപ് അഭിപ്രായപ്പെട്ടത്. ട്രംപ് അധികാരത്തിൽ വരുന്നതിന് മുൻപ് തന്നെ ഇസ്രായേൽ യുദ്ധവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ ഒരു പ്രസ്താവന എങ്ങനെയായിരുന്നു? താൻ അധികാരത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ആ യുദ്ധം ഇത്രമാത്രം ഒരു തീവ്രതയിലേക്ക് പോകില്ല, തനിക്ക് യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഒരു പ്രത്യേക കഴിവുണ്ട് എന്നായിരുന്നു ട്രംപ് അഭിപ്രായപ്പെട്ടത്. അതെന്ത് തന്നെയായാലും ഈ ഒരു അഭിപ്രായ പ്രകടനം, ഈ ഒരു നിർദ്ദേശം ഇപ്പോൾ ലോകരാജ്യങ്ങളെല്ലാം വളരെ കൗതുകത്തോടെയാണ് കേൾക്കുന്നത്. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ, ടെസ്ല സിഇഒ ഇലോൺ മസ്ക്, US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ എന്നിവർ പങ്കെടുത്ത US സൗദി നിക്ഷേപ ഫോറത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോഴായിരുന്നു ട്രംപിന്റെ ലളിതമായ ഈ കോംപ്രമൈസ് നിർദ്ദേശം വന്നിരിക്കുന്നത്. US വൈസ് പ്രസിഡന്റ് JD വാൻസ്, സെക്രട്ടറി മാർക്കോ റൂബിയോ എന്നിവർ പങ്കെടുത്ത US നേതൃത്വത്തിലുള്ള സമാധാന ചർച്ചകൾക്ക് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും യോജിച്ചു പോകുന്നുണ്ട് എന്നും രണ്ട് രാജ്യങ്ങളെയും ഒരുമിപ്പിക്കുന്നതിന് അമേരിക്കയ്ക്ക് സാധിച്ചേക്കുമെന്നും ട്രംപ് അവകാശപ്പെട്ടു. ഒരുമിച്ചൊരു അത്താഴം കഴിക്കുക നല്ലതായിരിക്കുകയില്ലേ എന്നും മാർക്കോ റൂബിയോട് ചോദിച്ചു. അവർ ശരിക്കും നല്ല രീതിയിൽ പോകുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. മാർക്കോ, നമുക്ക് അവരെ ഒന്നിച്ചൊരു നല്ല അത്താഴത്തിന് കൊണ്ടുപോയാലോ, അത് നന്നായിരിക്കില്ലേ? ഇതായിരുന്നു ട്രംപിന്റെ വാക്കുകൾ. ഇന്ത്യ മൂന്നാം കക്ഷി മധ്യസ്ഥത നിസ്സംശയം തള്ളിക്കളയുകയും പാകിസ്ഥാനുമായുള്ള വെടിനിർത്തൽ ധാരണ നേരിട്ടുള്ള ചർച്ചകളുടെ ഫലമാണ് എന്ന് വ്യക്തമാക്കുന്നിടത്താണ് മധ്യസ്ഥവാദം ട്രംപ് വീണ്ടും ആവർത്തിക്കുന്നത്. ചെറിയ രീതിയിൽ തുടങ്ങിയ സംഘർഷം ദിവസങ്ങൾ കടന്നുപോയപ്പോൾ കടുക്കുകയും ദശലക്ഷക്കണക്കിന് ആളുകളുടെ ജീവൻ എടുത്തേക്കാമായിരുന്ന നിലയിലേക്ക് മാറുകയും ചെയ്തു. വെടിനിർത്തൽ വിജയകരമായി യാഥാർത്ഥ്യമാക്കാൻ വ്യാപാര ബന്ധങ്ങൾ ഉൾപ്പെടെയുള്ള മാർഗങ്ങൾ തന്റെ ഭരണകൂടം പ്രയോജനപ്പെടുത്തിയെന്നാണ് ട്രംപിന്റെ അവകാശവാദം. രണ്ട് രാജ്യങ്ങളുടെയും നേതാക്കളെ ശക്തരും ദൃഢനിശ്ചയമുള്ളവരുമായി വിശേഷിപ്പിച്ച ട്രംപ് അവരുടെ നേതൃഗുണങ്ങൾ പ്രശംസിക്കാനും മറന്നില്ല. വിവിധ വികസന പദ്ധതികൾക്കായി US $60,000 കോടി നിക്ഷേപിക്കാൻ ഇപ്പോൾ ട്രംപിന്റെ സന്ദർശനത്തിന് ശേഷം സൗദി തീരുമാനിച്ചിരിക്കുകയാണ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സൗദി സന്ദർശനത്തിലാണ് സുപ്രധാന തീരുമാനം. $14,200 കോടി പ്രതിരോധ കരാറിലും രണ്ട് രാജ്യങ്ങളും ഒപ്പുവെച്ചു. US സഹകരണത്തിൽ 500 മെഗാവാട്ട് ശേഷിയുള്ള ഡാറ്റാ സെന്റർ സൗദിയിൽ ആരംഭിക്കാനും ധാരണയായിട്ടുണ്ട്. നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യയിലെ സഹകരണത്തിന് USന്റെ AI ചിപ്പുകൾ സൗദിക്ക് നൽകും. സുരക്ഷാ കാരണങ്ങളാൽ ബൈഡൻ ഭരണകൂടം US AI ചിപ്പുകൾ നൽകിയിരുന്നില്ല. ഊർജ്ജ മേഖലയിലെ സഹകരണമാണ് സൗദി US ബന്ധത്തിന്റെ മൂലക്കല്ലെന്നും നിക്ഷേപ അവസരങ്ങൾ പല മടങ്ങായി വർദ്ധിച്ചുവെന്നും സൗദി നിക്ഷേപ മന്ത്രി ഖാലിദ് അൽ ഹാലിഫ് പറഞ്ഞു. USന്റെ മികച്ച യുദ്ധവിമാനമായ F-35 വാങ്ങുന്നതിനുള്ള താൽപര്യം സൗദി അറിയിച്ചു എങ്കിലും ട്രംപ് ഉറപ്പ് നൽകിയില്ല. വിശ്വസ്ത സഖ്യ രാജ്യങ്ങൾക്ക് മാത്രമാണ് USന്റെ F-35 ജെറ്റുകൾ നൽകിയിട്ടുള്ളത്. ബന്ധം ഊഷ്മളമാക്കുന്നതിന്റെ ഭാഗമായി അറേബ്യൻ ചീറ്റപ്പുലിയെ സൗദി USന് നൽകും. ചീറ്റപ്പുലിയെ സംരക്ഷിക്കുന്ന പദ്ധതിയുടെ ഭാഗമായാണ് കൈമാറ്റം. സൗദി ഇസ്രായേൽ നയതന്ത്ര ബന്ധം മെച്ചപ്പെടുത്താനുള്ള ചർച്ചകളും അണിയറയിൽ നടക്കുന്നുണ്ട്. ഇസ്രായേലുമായി ബന്ധം സ്ഥാപിക്കുന്നതിന് ഗാസയിൽ വെടിനിർത്തണം എന്ന നിബന്ധന സൗദി മുന്നോട്ട് വെച്ചതായാണ് വിവരം. റിയാദിൽ നടക്കുന്ന ഗൾഫ് ഉച്ചകോടിയിൽ പങ്കെടുത്ത ശേഷം ട്രംപ് ദോഹയിലേക്ക് തിരിക്കും. അകമ്പടിയായി വിമാനങ്ങളും കുതിരപ്പടയാളികളും ഒക്കെ അടങ്ങിയ ഒരു രാജകീയ സ്വീകരണമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് സൗദി ഒരുക്കിയത്. പ്രസിഡന്റിന്റെ എയർഫോഴ്സ് 1 വിമാനം സൗദി വ്യോമാതിർത്തിയിൽ എത്തിയതോടെ സൗദിയുടെ F-15 വിമാനം അകമ്പടി നൽകി. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ വിമാനത്താവളത്തിൽ നേരിട്ടെത്തിയാണ് ട്രംപിനെ സ്വീകരിച്ചത്. ന്യൂസ് ഡെസ്ക് കർമ്മ.